ഹൈറേഞ്ചിലെ വിമുക്ത ഭടന്മാർ ഇത്തവണയും പതിവ് മുടക്കിയില്ല. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി നിർധന വിദ്യാർത്ഥികൾക്കായുള്ള പഠനോപകരണങ്ങളുമായി ഇത്തവണയും ഇവർ മലയോരത്തെ സ്കൂളുകളിൽ എത്തി. പഠനോപകരണങ്ങൾക്കൊപ്പം സ്കൂളുകളിൽ പ്രവേശനം നിരോധിച്ച ചൂരൽക്കൊടി പ്രധാന അധ്യാപികയ്ക്ക് സമ്മാനിച്ചത് കൗതുകമുണർത്തി. എല്ലാ വർഷവും പതിവ് തെറ്റാതെ ഈ വിമുക്ത ഭടന്മാർ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്താറുണ്ട്. ഇത്തവണ പുഷ്പക്കണ്ടം ഗവൺമെന്റ് LP സ്കൂളിലാണ് എത്തിയത്. പൂർണ്ണമായും കാർഷിക മേഖലയായ ഇവിടുത്തെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മക്കളാണ് ഇവിടെ പഠിക്കുന്നത്. ഇതിനാൽ തന്നെ നിർധനരായ കുടുംബത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് സഹായം എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. കുട്ടികൾക്കായി ബാഗുകൾ, കുടകൾ, ബുക്കുകൾ തുടങ്ങി എല്ലാവിധ പഠന ഉപകരണങ്ങളും സ്കൂൾ അധികൃതർക്ക് കൈമാറി. താരതമ്യേന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മേഖലയാണ് പുഷ്പഖണ്ഡം സ്കൂള്. അതുകൊണ്ട് തന്നെ ഇതിനു മുൻപും കേരള സ്റ്റേറ്റ് ഹെൽത്ത് സർവീസസ് ലീഗ് ഇവിടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ വർഷവും അതിന്റെ ഭാഗമായി തന്നെയുള്ള ഒരു വിതരണ പരിപാടിയാണ് നടക്കുന്നത്. ഇതിനിടെ മുൻ സൈനികർ പ്രധാന അധ്യാപികയ്ക്ക് ചൂരൽ കൈമാറിയെങ്കിലും സ്നേഹത്തോടുകൂടി അധ്യാപിക അത് നിരസിച്ചു. ബാഗ്, സ്കൂൾ ബാഗ്, നോട്ട്ബുക്ക്, പേന, പെൻസിൽ കൂടാതെ ഹെഡ് മാസ്റ്റർക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ചൂരൽ പഴയ സംരംഭത്തിലേക്ക് തിരിച്ചു വരാൻ, കാരണം കുട്ടികളെ ശിക്ഷണത്തിൽ കൂടെ തന്നെ പഠിക്കണം എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഹെഡ് മാസ്റ്റർ പ്രത്യേകം ഗിഫ്റ്റായി ചൂരൽ സമ്മാനിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ഇടുക്കി ജില്ലാ ട്രഷറർ ഉണ്ണികൃഷ്ണൻ നായർ, മുണ്ടിയർമ യൂണിറ്റ് പ്രസിഡന്റ് സുധാകരൻ N, സെക്രട്ടറി ശശി VG, താലൂക്ക് ട്രഷറർ സുധാകരൻ G തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പഠനോപകരണങ്ങൾ എത്തിച്ചത്. ഇതിനോടൊപ്പം ഒരു കുട്ടിയുടെ 1 വർഷത്തേക്കുള്ള വാഹന ചാർജ് കൂടി വിമുക്ത ഭടന്മാർ സ്കൂൾ അധികൃതർക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.